ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഇപ്പോൾ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ അദ്ദേഹം ശ്രീ നിജേഷ് അരവിന്ദ് പറഞ്ഞത് ശരിയാണ്. സംസ്ഥാനത്ത് 400-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ട്. പരാതികളുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏറിയ കൂറും പരാതികളില്ല എന്നത് തന്നെയാണ്. സിസ്റ്റം മെച്ചപ്പെട്ടു തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ ഒരു ക്യാമ്പിൽ നിന്ന് പരാതി ഉണ്ടാവുകയാണ്. ഇന്നിപ്പോൾ തിരുവല്ലയിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിൽ വിദ്യാർത്ഥികൾ ഡെസ്കിൽ കിടക്കുന്നു എന്നൊരു പരാതി അവിടെ നിന്ന് ഉന്നയിക്കുന്നത് കേട്ടു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരേണ്ടതുണ്ട്. പക്ഷേ ഈ ചങ്ങനാശ്ശേരിയിലെ ക്യാമ്പിലെ ദൃശ്യങ്ങളടക്കം ഈ ചർച്ചയുടെ തുടക്കത്തിൽ പോലും 4-5 ആളുകളുടെ കമന്റ് അടക്കം പുറത്തു വരുമ്പോൾ അതെങ്ങനെയാണ് ഒറ്റപ്പെട്ട സംഭവമാകുന്നത്? 1, അതെങ്ങനെയാണ് കുത്തിത്തിരിപ്പിന്റെ ഭാഗമാകുന്നത്? 2, അറിയില്ലാത്തത് കൊണ്ട് ചോദിക്കുന്നതാണ്. മധു ഇവിടെ സൂചിപ്പിച്ചല്ലോ, 400-ലധികം ക്യാമ്പുകളുണ്ട്. ശരിയാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് എത്ര ക്യാമ്പുകളിൽ പോയി ജനങ്ങളുടെ പ്രതികരണം എടുക്കാൻ കഴിയും? അത്തരത്തിൽ എടുക്കുന്ന പ്രതികരണം മാത്രമല്ലേ പുറത്തേക്ക് വരുന്നുള്ളൂ. സോഷ്യൽ മീഡിയയിലൂടെ അടക്കം നിരവധി പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ക്യാമ്പിന്റെ എണ്ണം നോക്കിയിട്ട് ഇത് വളരെ ചുരുക്കമാണെന്നൊന്നും കാണേണ്ടതില്ല. ഇപ്പോൾ ഇതൊരു ദുരന്ത മുഖമാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടെ വളരെ ഐക്യത്തോടെ പ്രവർത്തിക്കേണ്ട സമയമാണ്. നമുക്കറിയാം 2018 അന്നത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ ദുരന്ത ബാധിത സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോകുമ്പോൾ വലതുപക്ഷത്തിരുന്ന നേതാവ് അന്നത്തെ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയാണ്. ഓരോ ക്യാമ്പിലും 2 പേരും ഇറങ്ങി ജനങ്ങളെ കേട്ട് സന്ദർശിച്ചു പോയ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച നമ്മുടെ മുന്നിലുണ്ട്. ജാതിയോ മതമോ നോക്കാതെ ദുരന്തമുഖത്ത് ഒറ്റക്കെട്ടായി നിൽക്കുന്ന എത്രയോ ഉദാഹരണങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇന്നിപ്പോൾ കോന്നിയിലെ MLA ജിനീഷ് കുമാറിന്റെ ഒരു വളരെ വേദനിപ്പിക്കുന്ന ഒരു പ്രസ്താവന കണ്ടു. തന്നെ അവലോകന യോഗത്തിനോ മറ്റു മേഖലകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിലോ പങ്കെടുപ്പിക്കാത്തതിന്റെ കാരണം അന്വേഷിക്കുമ്പോൾ കളക്ടറുടെ ഓഫീസിൽ നിന്ന് പറയുകയാണ്, ചീഫ് മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് അത്തരത്തിൽ MLA-മാരെ വിളിക്കേണ്ടതില്ല. ഏത് MLA-മാരെ? പ്രതിപക്ഷത്ത് നിൽക്കുന്ന MLA-മാരെ. ഇതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെ കിട്ടുകയാണ്. ദുരന്തമുഖത്ത് എല്ലാവരും ഐക്യത്തോടെ പ്രവർത്തിക്കാനും എല്ലാവർക്കും എത്തിക്കാനും വേണ്ടിയിട്ടുള്ള എന്ന നിർദ്ദേശം കളക്ടർക്ക് CM ഓഫീസ് നൽകിയോ? അങ്ങനെയൊന്നല്ല പറയുന്നത്. ഇന്നിപ്പോ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് MLA-മാരെ ക്ഷണിച്ചിട്ടില്ല. 1-2 പേർ വന്നു എന്നത് ശരിയാണ്. MLA-മാരെ ക്ഷണിച്ചിട്ടില്ല. അത് അവർക്ക് ഏകോപന ചുമതല ഉള്ളത് കൊണ്ടാണ് എന്നാണ്. പ്രതിപക്ഷത്തുള്ളവരെ വിളിക്കേണ്ടതില്ല എന്ന നിർദ്ദേശമുണ്ടോ? അത് ഔദ്യോഗികമാണോ? അങ്ങനെ ഉത്തമ ബോധ്യത്തോടു കൂടി പറയുന്നതാണോ? ഞാൻ ഉത്തമ ബോധ്യത്തോടെ തന്നെയാണ് പറയുന്നത്. ഈ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്നതിന് മുമ്പ് ക്ലാരിഫൈ ചെയ്യേണ്ട മേഖലകളിൽ ക്ലാരിഫൈ ചെയ്തിട്ടാണ് പറയുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങനെ മറുപടി പറഞ്ഞു, അതുകൊണ്ട് അത് ശരിയെന്ന് കരുതല്ലേ. ഇന്നലെ പറഞ്ഞ മറുപടി അല്ലല്ലോ മിനിങ്ങാന്ന് പറഞ്ഞത്. ആ മറുപടി അല്ലല്ലോ ഇന്ന് പറഞ്ഞത്. ഓരോ ദിവസവും അദ്ദേഹം അഭിപ്രായം മാറ്റി പറയുന്നു നമ്മൾ കാണുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഒരു പരാതിയും ഞങ്ങൾ ഉന്നയിച്ചില്ല. കാരണം ഒരു ദുരന്തം പെട്ടെന്നുണ്ടായി, പ്രതീക്ഷിക്കാത്ത ദുരന്തമുണ്ടായി. അതുകൊണ്ട് ഒരു ഏകോപനം വേണ്ടി വരും. അതുപോലെ ചില കുറവുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് പരിഹരിക്കാൻ കൂട്ടായിട്ടുള്ള ഇടപെടൽ വേണം. 2-ാം തീയതി ഓഗസ്റ്റ് 2-ാം തീയതി ഞങ്ങൾ കൃത്യമായിട്ട് ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. ആരോപണമല്ല, വസ്തുതയാണ്. കാരണം മുൻകരുതൽ നൽകുന്ന കാര്യത്തിൽ, ആ പ്രളയത്തെ നേരിടുന്ന കാര്യത്തിൽ, ഏകോപനം നടത്തുന്ന കാര്യത്തിൽ, അതുപോലെ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ, ക്യാമ്പുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ, അതിൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായിട്ടുള്ള പ്രവർത്തനം ഉറപ്പുവരുത്തുന്ന കാര്യത്തിലെല്ലാം ഉണ്ടായിട്ടുള്ള കുറവുകൾ ഞങ്ങൾ ചൂണ്ടിക്കാട്ടി. വെള്ളം ഇറങ്ങിയ മേഖലകളിൽ ശുചീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂട്ടായിട്ടുള്ള പ്രവർത്തനം നടക്കാത്തതിനെ കുറിച്ച് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഇപ്പൊ ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി നിങ്ങളെ ആക്രമിക്കുന്നു, ചാനലുകളെ ആക്രമിക്കുന്നു, അഭിപ്രായം പറയുന്ന ജനങ്ങളെ ആക്രമിക്കുന്നു. എന്താണ് കാരണം? MLA തന്നെ പറയുകയാണ് ഇത് ഇവിടെ വേണ്ട, ഇത് ചങ്ങനാശ്ശേരിയാണ്. എന്താ ചങ്ങനാശ്ശേരിക്ക് ഇത്ര പ്രത്യേകത? ഇതെന്താ ചങ്ങനാശ്ശേരി ഇന്ത്യയിലല്ലേ? ചങ്ങനാശ്ശേരി എന്താ കേരളത്തിലല്ലേ? ചങ്ങനാശ്ശേരിയിൽ എന്താ വേറെ നിയമമുള്ള നാടാണോ? വേറെ ഭരണഘടനയുണ്ടോ അവിടെ? അവിടെ പിഞ്ചു കുട്ടികൾ, അമ്മയുടെ ഒക്കത്തിരിക്കുന്ന കുട്ടി പറയുക ഒന്നും കഴിച്ചിട്ടില്ല എന്ന്. ഒരു 4-5 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പറയുന്നു ഞാൻ ആകെ കഴിച്ചത് പഴമാണ്. ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ എൻ്റെ അധ്യാപകനെ വിളിച്ചു പറഞ്ഞു, അധ്യാപകൻ ബ്രെഡും പഴവും കൊണ്ടേ തന്നു ഇന്നലെ രാത്രി, അതാണ് കഴിച്ചതെന്ന് പറയുന്നു. ഉച്ച കഴിഞ്ഞല്ലേ ഇത് പറയുന്നത്? ഗ്യാസ് കുറ്റി രാവിലെ കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുപോയാൽ അവിടെ ഭക്ഷണം ഉണ്ടാകുമോ? നിങ്ങൾ വീട്ടിൽ ജോലിയെടുത്തല്ലേ ജീവിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ ജോലി എടുത്തുകൂടെ എന്ന് ഉദ്യോഗസ്ഥന്മാർ പറയുന്നു. എല്ലാവരും ജോലി എടുക്കാൻ തയ്യാറാണ്. പക്ഷേ പല മേഖലകളിൽ നിന്ന്, പല ദുരന്ത മുഖത്തിൽ നിന്ന് വന്നവരുടെ എല്ലാ തരത്തിലുള്ള ശാരീരികമായ മാനസികമായിട്ടുള്ള ഒരു ഐക്യം, അവരുടെ ഒരു ധൈര്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്, ആത്മവിശ്വാസം വീണ്ടെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പല ക്യാമ്പുകളിലും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളും ഇടപെടലും നടത്തുന്നത്. അങ്ങനെ ഏകോപിപ്പിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തന്നെ ഇത്തരത്തിൽ വെല്ലുവിളിക്കുന്ന തനി രാഷ്ട്രീയവുമായിട്ട് ഇറങ്ങിത്തിരിച്ചാൽ എന്തു ചെയ്യാൻ കഴിയും? ഇപ്പൊ ഒരു കുറവുണ്ടായി,
ആ കുറവ് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് അത് പരിഹരിക്കാനല്ലേ ഇടപെടൽ നടത്തേണ്ടത്. ഇപ്പൊ എന്തുകൊണ്ട് അവിടെ ഭക്ഷണം ഒരുക്കിയില്ല, മറ്റു ക്യാമ്പുകളിൽ ഒരുക്കുന്ന ഭക്ഷണമാണെങ്കിൽ അത് എന്തുകൊണ്ട് ഇവിടെ എത്തിച്ചില്ല? വിളിക്കുക, അവിടേക്ക് സാധനങ്ങൾ കൊണ്ടുവരിക, നമുക്കത് പരിഹരിക്കാം. തൽക്കാലത്തേക്ക് അവരെല്ലാവരും ഫുഡ് കഴിച്ചു. ആ സമയത്തേക്ക് കയ്യിൽ നിന്ന് പൈസ മുടക്കിയോ അല്ലാതെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. പക്ഷെ അത് പരിഹരിക്കാമെന്ന് പറഞ്ഞു നിൽക്കുകയല്ല. MLA യുടെ കൂടെയുള്ള ആളുകൾ, MLA തന്നെ ഈ തരത്തിലുള്ള ഭീഷണിയാണ്. അപ്പൊ ഇത് പുറത്തു പറയുന്നതാണ് കുറ്റം. അതെ അതെ, ആരെങ്കിലും അത് യഥാർത്ഥ വിവരം ഇന്നലെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. കുറവുകൾ ഉണ്ടാകും. ക്യാമ്പുകൾ, നൂറുകണക്കിന് ക്യാമ്പുകളാവുമ്പോൾ കുറവുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ മെഡിക്കൽ സൗകര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മൾ കാണിക്കുമ്പോൾ ചില കുറവുകൾ ഉണ്ടാവും. പക്ഷെ ആ കുറവ് ആരെങ്കിലും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലല്ലോ, അത് പരിഹരിക്കാനും ഈ ദുരന്തമുഖത്ത് നിൽക്കുന്ന ജനങ്ങളെ കൂടുതൽ ദുരന്തത്തിലേക്ക് തള്ളിവിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ തീരാ ദുരന്തമായി മാറുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. പച്ചയായ നുണ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ തന്നെ ഓരോ ദിവസവും മാധ്യമങ്ങളോട് പറയുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് പഴയ കാലത്ത് പ്രളയത്തിന്റെ സമയത്ത് ഇത്ര ഐക്യത്തോടെ കൂട്ടായ്മയോടെ ഇത്തരം പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചിരുന്നു. ഓണത്തിന് വീട്ടിൽ കഴിയുന്നത് പോലെയാണ് 10-14 ദിവസം ഞങ്ങൾ ക്യാമ്പിൽ കഴിഞ്ഞതെന്ന് ഹൃദയത്തിൽ നിന്ന് വരുന്ന വാചകങ്ങളല്ലേ. തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് വീട്ടിലേക്കുള്ളതെല്ലാം തന്നുവിടുന്നു, സന്തോഷത്തോടെ തന്നുവിടുന്നു എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് വരുന്ന വാചകങ്ങൾ തന്നെയാണ്. അതേപോലെ ഇപ്പൊ വേണമെന്നല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആ പ്രതികരണം മുഖവിലക്കെടുത്ത് പോകാൻ കഴിയില്ല. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പറഞ്ഞ 2 അഭിപ്രായം വിലക്കെടുക്കാൻ കഴിയില്ല എങ്കിൽ ഈ പ്രതികരണവും മുഖവിലക്കെടുക്കാൻ കഴിയില്ല. പക്ഷെ ഇന്ന് നമ്മൾ കാണിച്ച പ്രതികരണങ്ങളുണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന്. അത് വളരെ കൃത്യമാണ്, വ്യക്തമാണ്, അവരുടേതായിട്ടുള്ള നിസ്സഹായാവസ്ഥ ചൂണ്ടിക്കാണിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് കണക്കിലെടുക്കേണ്ടതുണ്ട്. ഒരിടവേള. Debate with Madhu Saji.